ഉസ്താദുമാരുടെ സന്നിധിയിൽ വെച്ചാണ് പറയുന്നത്. ഒരു സഹിഹായ ഹദീസ്, നമ്മളെല്ലാം മരിച്ചു പോകും, അതിൽ സംശയമില്ലല്ലോ, സംശയമില്ല. ഒരു ഉറപ്പായ കാര്യം എന്താണ്? മരണമാണ്, മരിച്ചു പോകും. മരണത്തോടുകൂടി മണ്ണാങ്കട്ടയായി പോവുകയല്ല, മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതം വരാനുണ്ട്, അല്ലേ? മഹ്ശർ. ആ മഹ്ശറയിൽ എല്ലാവരെയും കൊണ്ടുപോയിട്ട് അള്ളാഹു വിചാരണ ചെയ്യും. ചിലർ വിചാരണയൊന്നും നേരിടാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരുമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. മഹ്ശറയിൽ വെച്ച് വിചാരണയൊക്കെ നടന്നു, നന്മ തിന്മകളൊക്കെ തുലനം ചെയ്തു, മീസാൻ ത്രാസിലിട്ട് നന്മ തിന്മകളൊക്കെ തൂക്കി. അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിയാണ്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. അല്ലാഹു ആ സ്വർഗ അവകാശികളായ ആ ഫരീഖിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. അങ്ങനെ ഈ സ്വർഗാവകാശികൾ അവർ സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് നീങ്ങുകയാണ്. സിറാത്തുൽ മുസ്തഖീം, ആ പാലമൊക്കെ തരണം ചെയ്ത് സ്വർഗത്തിൻ്റെ കവാടത്തിൽ എത്തിയിരിക്കും. അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ ഒരു തർക്കം. ആര് തമ്മിലാ തർക്കമെന്നല്ലേ? ഉലമാ ഉമറാ തമ്മിൽ തർക്കം. ഉലമാ നമ്മുടെ ഭാഷയിൽ മഹാന്മാരായ ഉസ്താദുമാർ, ഉമറാ ഉലമാക്കളെ വാർത്തുണ്ടാക്കിയ ആളുകൾ, അവർ തമ്മിലൊരു തർക്കം. ആരാണ് സ്വർഗത്തിൽ ആദ്യം കിടക്കേണ്ടത്? ഉലമാ ഉസ്താദുമാർ പറഞ്ഞു ഞങ്ങളാ സ്വർഗത്തിൽ ആദ്യം കിടക്കേണ്ടത്. കാരണം നിങ്ങളൊക്കെ ഇപ്പോൾ സ്വർഗത്തിന്റെ വാതിക്കൽ എത്തിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഞങ്ങൾ ഇൽമ പഠിപ്പിച്ചു തന്നു, അല്ലേ? ഇമാംകാരി ഇസ്ലാംകാരിയൊക്കെ ഞങ്ങളാണ് പഠിപ്പിച്ചു തന്നത്. അതുപോലെ നിങ്ങൾ നിസ്കരിച്ച്, നോമ്പ് പോയിട്ട്, സക്കാത്ത് കൊടുത്ത്, ഹജ്ജ് ചെയ്ത്, അതിനൊക്കെ കാരണക്കാർ ഞങ്ങളാണ്. ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടല്ലേ നിങ്ങൾ പഠിച്ചിട്ട് സ്വർഗത്തിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളാണ് ആദ്യത്തിൽ സ്വർഗത്തിൽ കിടക്കേണ്ടത്. ന്യായമല്ലേ അത്? അല്ലേ? എന്താ സമ്മതിക്കാതെ നോക്കാം, അല്ലേ? അപ്പൊ ഉമറാ അവർ പറയുന്നത് അത് ശരി തന്നെ, നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷെ നിങ്ങൾ പഠിച്ച് വലിയ ആലിമികളായി നിങ്ങൾ ഇവിടെ എത്തിയത്, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, അതിനൊക്കെ കാരണക്കാരും ഞങ്ങളാണ്. ഞങ്ങളല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി തന്നത്. അല്ലാന്ന് പറയാൻ കഴിയോ? ഏതെങ്കിലും ഒരു ഉസ്താദിന് പറയാൻ കഴിയോ? അല്ലാതെ എന്താ പറയുന്നത്? എന്താ? ഇല്ല, ആർക്കും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് ഞങ്ങളാണ്, അല്ലാന്ന് പറയാൻ ഏതെങ്കിലും ഒരു ഉസ്താദിന് കഴിയോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് വസ്ത്രം നൽകിയത്, നിങ്ങൾക്ക് കിതാബ് വാങ്ങി തന്നത്, നിങ്ങൾക്ക് വേണ്ടുന്ന ഒത്താശകളൊക്കെ ചെയ്തു തന്നെ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളാണ് സ്വർഗത്തിൽ ആദ്യം കിടക്കേണ്ടത്. തർക്കം മൂർജിക്കുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മധ്യസ്ഥം വഹിക്കുന്നു. എല്ലാം കേട്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹിന്റെ നിർദ്ദേശം അനുസരിച്ച് പറയുന്നത് ഉമറായിനോട് സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടിയാണ്. ഉസ്താദുമാരെ നിങ്ങൾ ഇവിടെ നിൽക്കുക. ഉസ്താദ്മാർ നേരത്തെ പറഞ്ഞ സ്ഥാനം എല്ലാം പോയോ? ഈ സ്ഥാനമല്ലേ ഉസ്താദ്മാർക്ക് നേരത്തെ പറഞ്ഞതല്ലേ? ആ സ്ഥാനമൊക്കെ പോയോ? ഇല്ല, അത് പോയിട്ടില്ല. ഉലമായിനോട് അള്ളാഹിന്റെ കൽപ്പന, നിങ്ങൾ ഇവിടെ നിൽക്കുക. നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ നബിമാരുടെ സ്ഥാനമാണ്, അവിടെ വെച്ച് ശഫായത്ത് ചെയ്യാം. ആരെങ്കിലും നരകത്തിലേക്ക് പോകേണ്ടവരുണ്ട്, ഇവർ പറയാ റബ്ബുൽ ആലമീനായ നാഥ ഓനെ നരകത്തിലേക്ക് ആക്കാം, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ആക്കണം, ഉടനെ സ്വർഗത്തിലേക്ക് ആക്കണം. ഇതാണ് ശഫായത്ത്. വലിയ സ്ഥാനമല്ലേ, അല്ലേ? അപ്പൊ ഉസ്താദ്മാരുടെ സ്ഥാനം കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇവര് രണ്ട് വിഭാഗത്തിനും ഈ സ്ഥാനം എന്തുകൊണ്ടാണ് ലഭിച്ചത്? ഈ ഇൽമ് കാരണം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ്? ആലിമീങ്ങളെ ഉണ്ടാക്കി തീർക്കുക, അതിന് വേണ്ടുന്ന ഒത്താശകൾ ചെയ്യും. അതാണ് ആ കൂട്ടത്തിൽ ഇവിടെ കുറേ മുത്തഅല്ലിമുകൾ അവരുടെ ഒരു കൊല്ലത്തേക്കുള്ള ഭക്ഷണം പലരും ഏറ്റെടുത്തെന്ന് പറഞ്ഞു. മഹാഭാഗ്യവാന്മാരാണ്.